സ്റ്റോറി സ്പേസിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രസിദ്ധ നാടകകൃത്തായ വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥല്ലോ എന്ന നാടകത്തിൻ്റെ കഥ കേൾക്കാം. വെനീസിലെ പ്രഭുവും സെനറ്ററുമായ പ്രഭാൻഷ്യോയുടെ മകളാണ് ഡെസ്റ്റിമോണ. സുന്ദരി എന്നതിലുപരി ശാന്തയും സൽസ്വഭാവിയുമായിരുന്നു അവൾ. അവളെ വിവാഹം കഴിക്കുവാൻ തയ്യാറായിരുന്ന ചെറുപ്പക്കാർ നിരവധിയായിരുന്നു. അവളുടെ സൗന്ദര്യവും സൽഗുണങ്ങളും വമ്പിച്ച സമ്പത്തുമായിരുന്നു അതിന് കാരണം. എന്നാൽ മാനസിക സൗന്ദര്യത്തിന് വില കൽപ്പിച്ച ഈ കുലീന യുവതിയെ സംബന്ധിച്ചിടത്തോളം അവളെ തേടിയെത്തിയ കാമുകന്മാരൊന്നും തന്നെ അവളെ ആകർഷിച്ചില്ല. അഭിനന്ദനീയമായ അപൂർവതയാണ് അവൾ ഇഷ്ടപ്പെട്ടത്. അവളുടെ പ്രണയം അവളുടെ പിതാവിൻ്റെ സ്നേഹിതനും സൈന്യത്തിലെ ജനറലുമായ ഒരു ആഫ്രിക്കൻ വംശജനിലാണ് ചെന്നെത്തിയത്. ഒഥല്ലോ ഒരു കറുത്ത വർഗക്കാരനാണെങ്കിലും ആ ശ്രേഷ്ഠയായ മഹതിയുടെ സ്നേഹം നേടാനുള്ള എല്ലാ കഴിവുകളും ഒഥല്ലോയ്ക്കുണ്ട്. അവനൊരു യോദ്ധാവാണ്, ഒരു ധീര യോദ്ധാവ്. തുർക്കികളുമായുണ്ടായ രക്തരൂഷിതമായ യുദ്ധത്തിലെ വിജയത്തിലൂടെ അവൻ ജനറൽ പദവിയിലേക്ക് ഉയർന്നു. രാജ്യം അവനെ ആദരിക്കുകയും ഉയർന്ന ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്തു. അവനൊരു സഞ്ചാരിയായിരുന്നു. ഡെസ്റ്റിമോണ അവൻ്റെ വീരസാഹസ കഥ കേൾക്കാൻ വളരെ ഇഷ്ടപ്പെട്ടു. പഴയ ഓർമ്മകൾ അവൻ അവളുമായി പങ്കുവയ്ക്കും. അവൻ കടന്നുപോയ സാഹസികതയുടെ പാതകൾ, യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ഏറ്റുമുട്ടലുകൾ, കരയിലും കടലിലും വെച്ച് നേരിട്ട ആപത്തുകൾ, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അപകടങ്ങൾ, പീരങ്കിയുടെ വായ്ക്കരികിലൂടെ കടന്നുപോയത്, മര്യാദയില്ലാത്ത ശത്രു തന്നെ തടവുകാരനായി പിടിച്ച് അടിമയാക്കി വിറ്റത്, ആ രാജ്യത്ത് താഴ്ന്ന ജോലി ചെയ്തതും അവിടുന്ന് രക്ഷപ്പെട്ടതും, ഇതോടൊപ്പം വിദേശത്ത് അവൻ ദർശിച്ച വിചിത്ര വസ്തുക്കളെക്കുറിച്ചുള്ള മനോഹരമായ വർണ്ണനകൾ, ഭീകരമായ വനങ്ങൾ, രസകരമായ ഗഹ്വരങ്ങൾ, പാറക്കൂട്ടങ്ങൾ, മലകൾ, ശിഖരങ്ങൾ, മേഘങ്ങളിൽ ഒളിപ്പിച്ച പൊക്കമുള്ള പർവ്വതങ്ങൾ, കിരാതരുടെ രാജ്യങ്ങൾ, നരഭോജികൾ, തോളുകൾക്ക് താഴെ ശിരസ്സുകളുള്ള പ്രത്യേകതരം ആഫ്രിക്കൻ വർഗം. ഈ സഞ്ചാരകഥകൾ കേട്ടുകൊണ്ടിരിക്കുവാൻ ഡെസ്റ്റിമോണയ്ക്ക് വലിയ ഇഷ്ടമാണ്. അവൾ എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾക്കായി വിളിച്ചാൽ ആ പണികളെല്ലാം ധൃതിയിൽ ചെയ്തു തീർത്ത് കഥ കേൾക്കാനായി ഒഥല്ലോയുടെ അടുത്ത് പറന്നെത്തും. ഒരു ദിവസം അവൾ പറഞ്ഞു. പലപ്പോഴായി അവൻ പറഞ്ഞ നുറുങ്ങുകഥകൾ കൂട്ടിച്ചേർത്ത് പൂർണ്ണ രൂപത്തിൽ അവൻ അവതരിപ്പിക്കണമെന്ന്. അതവൻ സമ്മതിച്ചു. ചെറുപ്പകാലത്ത് അവൻ അനുഭവിച്ച ദുരിതങ്ങളുടെ വിവരണം അവളെ കരയിപ്പിച്ചു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദനകൾ ഓർത്ത് അവൾ നെടുവീർപ്പിട്ടു. അവൾ പറഞ്ഞു, എൻ്റെ ഭാവി കാമുകനും ഭർത്താവും ഇതുപോലെ കഥ പറയുന്നവരായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് കേട്ട് ഒഥല്ലോ അവളോട് തൻ്റെ പ്രേമം അറിയിക്കുകയും അവർ രഹസ്യമായി വിവാഹിതരാകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒഥല്ലോവിൻ്റെ നിറമോ സമ്പത്തോ അവനെ സ്വന്തം ജാമാതാവായി സ്വീകരിക്കാൻ പ്രഭാൻഷ്യോ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അദ്ദേഹം മകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. എന്നാൽ തൻ്റെ മകൾ ശ്രേഷ്ഠമായ പ്രഭുകുടുംബത്തിലെ ലേഡിമാരെ പോലെ പ്രഭുകുടുംബാംഗങ്ങളെ ആയിരിക്കും ഭർത്താവായി തിരഞ്ഞെടുക്കുക എന്ന് അദ്ദേഹം സ്വാഭാവികമായും ആശിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു. കറുത്തവനാണെങ്കിലും ഡെസ്റ്റിമോണ ആ മൂരിനെ സ്നേഹിച്ചു. അവൻ്റെ സാഹസികമായ സ്വഭാവഗുണങ്ങൾക്ക് മുന്നിൽ അവൾ സ്വന്തം ഹൃദയവും സമ്പത്തും സമർപ്പിച്ചു. താൻ ഭർത്താവായി തിരഞ്ഞെടുത്ത മനുഷ്യനോട് അചഞ്ചലമായ ഭക്തിയോടെ അവളുടെ ഹൃദയം കീഴടങ്ങി. എല്ലാവർക്കും കടുത്ത വിരോധമായിരുന്ന ഒഥല്ലോയുടെ നിറത്തെ, തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച എല്ലാ വെനീഷ്യൻ പ്രഭുകുമാരന്മാരുടെ നിറത്തേക്കാളേറെ അവൾ വിലമതിച്ചു. രഹസ്യമായി നടത്തപ്പെട്ടതായിരുന്നു അവരുടെ വിവാഹമെങ്കിലും അധികനാൾ ആ രഹസ്യം മറച്ചുവെക്കാനായില്ല. അതിവേഗം വൃദ്ധൻ പ്രഭാൻഷ്യോയുടെ ചെവിയിൽ ആ വാർത്തയെത്തി. അദ്ദേഹം സെനറ്റർമാരുടെ കൗൺസിലിൽ ഒഥല്ലോയ്ക്ക് നേരെ ശക്തമായ കുറ്റാരോപണം ഉന്നയിച്ചു. ദുർമന്ത്രവാദം ഉപയോഗിച്ച് അവൻ തൻ്റെ മകളെ വശീകരിച്ചു കൊണ്ടുപോയി. അച്ഛനായി തൻ്റെ അനുവാദമില്ലാതെ, യാതൊരു മര്യാദയുമില്ലാതെ സുന്ദരിയായ ഡെസ്റ്റിമോണയെ വിവാഹം കഴിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ആ സമയത്ത് വെനീസ് രാജ്യത്തിന് ഒഥല്ലോയുടെ സൈനിക സേവനം പെട്ടെന്ന് ആവശ്യമായി വന്നു.
യുദ്ധസന്നദ്ധരായ തുർക്കികൾ ഒരു നാവിക സൈന്യത്തെ സൈപ്രസ് ദ്വീപ് വെനീഷ്യക്കാരിൽ നിന്നും പിടിച്ചെടുക്കാനായി അയച്ചിട്ടുണ്ടെന്ന വാർത്ത അവിടെ എത്തി. ഈ അടിയന്തരാവസ്ഥയിൽ രാജ്യത്തിൻ്റെ ദൃഷ്ടി ഒഥല്ലോയ്ക്ക് നേരെ തിരിഞ്ഞു. അവന് മാത്രമേ തുർക്കികളോട് പൊരുതി സൈപ്രസിനെ സംരക്ഷിക്കാനാവൂ. അങ്ങനെ ഒഥല്ലോയെ സെനറ്റിന് മുന്നിൽ വിളിച്ചു വരുത്തി. അവൻ ഒരേ സമയം രാജ്യരക്ഷകനായൊരു ഉന്നത സർക്കാർ സേവകനും വെനീസ് നിയമപ്രകാരം കൊലക്കുറ്റത്തിന് അർഹനായൊരു കുറ്റവാളിയുമായാണ് കൗൺസിലിന് മുന്നിൽ നിന്നത്. പ്രായവും പക്വതയുമുള്ള സെനറ്റർ ബ്രബാൻഡിയോ ഗൗരവത്തോടെ നടന്ന സെനറ്റ് ചർച്ചകൾ ക്ഷമയോടെ കേട്ടിരുന്നു. എന്നാൽ ക്രോധം പൂണ്ട അച്ഛൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ശക്തമായ ആരോപണങ്ങളാണ് ഒഥല്ലോയ്ക്ക് നേരെ തൊടുത്തുവിട്ടത്. സംഭാവ്യതകളും ആരോപണത്തെ പിന്താങ്ങിക്കൊണ്ടുള്ള തെളിവുകളും അദ്ദേഹം നിരത്തി. എതിർവാദത്തിനായി ഒഥല്ലോയെ വിളിച്ചപ്പോൾ യാതൊരു നാട്യവുമില്ലാതെ സത്യസന്ധമായ പ്രേമകഥ വിവരിക്കുക മാത്രമേ അവൻ ചെയ്തുള്ളൂ. ഒട്ടും കൃത്രിമത്വമില്ലാതെ സ്വാഭാവികമായ വാചാലതയോടെ അതവൻ ചിത്രീകരിച്ചു. മുമ്പ് വിവരിക്കപ്പെട്ടതുപോലെ വിവാഹാഭ്യർത്ഥനയിൽ എത്തിച്ച സംഭവ പരമ്പരകൾ ആവർത്തിച്ചു കൊടുത്തു. സത്യസന്ധവും ശ്രേഷ്ഠവുമായിരുന്ന അവൻ്റെ വർണ്ണന ചീഫ് ജസ്റ്റിസായി ഉപവിഷ്ടനായ ഡ്യൂക്കിന് ഇപ്രകാരം ഏറ്റുപറയേണ്ടി വന്നു. ഈ രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കീഴടക്കി കാണും. ദുർമന്ത്രവാദവും വശീകരണവും ഒഥല്ലോ വിവാഹാഭ്യർത്ഥനയ്ക്കായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന ആരോപണം ശരിയല്ല. അത് സത്യസന്ധമായ മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷ മാത്രമായിരുന്നു. ആഭിചാരകർമ്മമല്ല. അവന് അറിയാവുന്ന ഒരേയൊരു ദുർമന്ത്രവാദം ഒരു യുവതിയുടെ ഹൃദയം കീഴടക്കുന്ന വിധം മൃദുവായി കഥ പറയാനുള്ള കഴിവാണ്. ഒഥല്ലോയുടെ പ്രസ്താവന ലേഡി ഡെസ്റ്റിമോണിയുടെ സമ്മതപത്രത്തോടെ സ്ഥിരീകരിക്കപ്പെട്ടു. അവൾ കോടതിയിൽ വന്ന് മൊഴി നൽകി. ജീവിതകാലം മുഴുവൻ അച്ഛനു വേണ്ടി സേവനം അനുഷ്ഠിച്ച അവൾ അതിനേക്കാൾ മഹത്തായ ഉത്തരവാദിത്തപ്പെട്ട സേവനം തൻ്റെ ഭർത്താവിനു വേണ്ടി നൽകാൻ പോവുകയാണെന്ന് പറഞ്ഞു. അമ്മ സ്വന്തം അച്ഛനേക്കാളേറെ ഭർത്താവിനെ സേവിച്ചതുപോലെ. തൻ്റെ വാദം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വൃദ്ധൻ സെനറ്റർ മൂരിനെ അടുത്തേക്ക് വിളിച്ച് പല രീതിയിൽ ദുഃഖം പ്രകടിപ്പിച്ചു. ഒരു അനിവാര്യമായ നടപടി എന്ന നിലയ്ക്ക് മകളെ പിടിച്ച് അവനെ ഏൽപ്പിച്ചു. തനിക്ക് എന്തെങ്കിലും കഴിവുണ്ടായിരുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ അവളെ തന്നോടൊപ്പം നിർത്തിയേനെ എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു മക്കളൊന്നും എനിക്കില്ലാത്തതിൽ ഞാൻ മനസ്സാ സന്തോഷിക്കുകയാണിപ്പോൾ. കാരണം ഡെസ്റ്റിമോണിയുടെ പെരുമാറ്റം എന്നെ ദുഷ്ടനാക്കി മാറ്റും. അവൾ എന്നെ ഉപേക്ഷിച്ചു പോയതിൻ്റെ പേരിൽ ഞാൻ അവരെ ചങ്ങലക്കിട്ടേനെ. ഈ പ്രശ്നം ഒഴിവാക്കപ്പെട്ടതോടെ നടപടിക്രമമനുസരിച്ച് പട്ടാള ജീവിതത്തിൻ്റെ കഷ്ടതകളിലേക്ക് ഒഥല്ലോയെ തള്ളിവിട്ടു. മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ജീവിതം നീക്കുന്ന അതേ സ്വാഭാവികതയോടെ സൈപ്രസിലേക്ക് തുർക്കിക്കെതിരെ പട നയിക്കേണ്ട ഉത്തരവാദിത്വം സെനറ്റ് ഒഥല്ലോയെ ഏൽപ്പിച്ചു. അവൻ ഉടനെ സൈപ്രസിൻ്റെ യുദ്ധച്ചുമതലകൾ ഏറ്റെടുത്ത് യുദ്ധക്കളത്തിലേക്ക് യാത്രയായി. ഡെസ്റ്റിമോണയും അവനെ അനുഗമിച്ചു. ഒഥല്ലോയും സൈന്യവും സൈപ്രസിൽ എത്തിയപ്പോഴേക്കും തുർക്കിയുടെ സൈന്യം കടലിൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ട് തകർന്നുപോയി എന്ന വാർത്ത അവർക്ക് ലഭിച്ചു. ഒഥല്ലോയ്ക്കത് യുദ്ധം ചെയ്യാതെയുള്ള യുദ്ധവിജയമായിരുന്നു. പക്ഷേ ഒരു യുദ്ധത്തേക്കാളേറെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഭാവി അവർക്കായി കാത്തുവച്ചിരുന്നത്. സൈന്യത്തിൻ്റെ ജനറൽ പദവി വഹിച്ചിരുന്ന ഒഥല്ലോയുടെ തൊട്ടുതാഴെയുള്ള ഓഫീസറും സുഹൃത്തും ഒക്കെയായിരുന്ന മിഖായേൽ കാസിയോ യുവാവും സഹൃദയനും വാചാലനും സുമുഖനും സ്ത്രീകളോട് ഇടപെടുവാൻ മിടുക്കനുമായ ഒരു ഫ്ലോറൻസുകാരനുമായിരുന്നു. ഒഥല്ലോയും ഡെസ്റ്റിമോണയുമായുള്ള പ്രണയകാലത്ത് ഒഥല്ലോ കാസിയോയെ അവർക്കിടയിലെ സന്ദേശവാഹകനും ഇടനിലക്കാരനുമൊക്കെയായി ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ ഡെസ്റ്റിമോണയ്ക്ക് കാസിയോയോട് ഒരു നല്ല സുഹൃത്തിനോടുള്ള സ്നേഹവും പരിഗണനയും ഉണ്ടായിരുന്നു. വിവാഹശേഷവും ഒഥല്ലോയ്ക്കോ ഡെസ്റ്റിമോണയ്ക്കോ കാസിയോയോടുള്ള പെരുമാറ്റത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അവന് അവരുടെ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഡെസ്റ്റിമോണയും കാസിയോയും വളരെ നേരം സംസാരിച്ചിരിക്കുന്നതും അവൻ്റെ തമാശകൾ കേട്ട് അവൾ പൊട്ടിച്ചിരിക്കുന്നതുമൊക്കെ പതിവായിരുന്നു. അവൻ്റെ സാമീപ്യവും കലപില സംസാരവുമൊക്കെ ഒഥല്ലോയും ആസ്വദിച്ചിരുന്നു. അടുത്തിടെയാണ് ഒഥല്ലോ കാസിയോയെ തൻ്റെ വിശ്വസ്തനായ ലഫ്റ്റനൻ്റായി സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചത്. ഇത് കുറെ കൂടി പരിചയസമ്പന്നനും സർവീസിൽ മുതിർന്നവനുമായ ഇയാഗോ എന്ന സൈനിക ഓഫീസർക്ക് നീരസത്തിനിടയാക്കി. കാസിയോയെ വെറുത്തിരുന്ന ഇയാഗോയെ സംബന്ധിച്ച്
ലെഫ്റ്റനൻ്റ് സ്ഥാനത്തിന് കൂടുതൽ അർഹത അവനായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തൻ്റെ ഭാര്യ എമീലിയയുമായി ഒഥല്ലോയ്ക്ക് രഹസ്യബന്ധം ഉണ്ടോ എന്നൊരു സംശയവും ഇയാഗോയ്ക്കുണ്ടായി. ഇത്തരത്തിലുള്ള വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ച് ഇയാഗോ ഒഥല്ലോയെയും കാസിയോയെയും ഡെസ്റ്റിമോണിയെയും ഒറ്റയടിക്ക് നശിപ്പിക്കുന്നതിനുള്ള പ്ലാനുകൾ മെനയുവാൻ തുടങ്ങി. ഇയാഗോ വലിയ കൗശലക്കാരനാണ്. മനുഷ്യ മനസ്സുകളെ അഗാധമായി പഠിച്ചിട്ടുള്ളവൻ. മനുഷ്യ മനസ്സിന് ഏറ്റവും കൂടുതൽ പീഡാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത് അസൂയയുടെ വേദനയാണെന്ന് അവനറിയാം. ശാരീരിക വേദനയേക്കാൾ എത്രയോ അധികം. അസഹ്യമായി അത് മനസ്സിനെ കുത്തി നോവിപ്പിക്കും. ഒഥല്ലോയ്ക്ക് കാസിയോയോട് അസൂയ ജനിപ്പിക്കുന്നതിൽ തനിക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് ഒന്നാന്തരം ഒരു പ്രതികാര പദ്ധതിയാകുമെന്ന് അവൻ കരുതി. അത് ഒന്നുകിൽ കാസിയോയുടെയോ അല്ലെങ്കിൽ ഒഥല്ലോയുടെയോ അതുമല്ലെങ്കിൽ ഇരുവരുടെയോ മരണത്തിൽ കലാശിക്കും. എന്തായാലും ലാഭം തനിക്കു തന്നെ. ജനറലിൻ്റെയും ഭാര്യയുടെയും സൈപ്രസിലേക്കുള്ള ആഗമനവും ശത്രു നാവികസേനയുടെ നാശവും ദ്വീപ് നിവാസികൾക്ക് ഒരു ആഘോഷം തന്നെയായിരുന്നു. എല്ലാ വീട്ടിലും സദ്യയും വിനോദവും ഒരുക്കപ്പെട്ടു. സംഗീതത്തിനും ഡാൻസിനും മദ്യത്തിനും ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒഥല്ലോയ്ക്കും ഡെസ്റ്റിമോണിക്കും ആയുരാരോഗ്യങ്ങൾ നേർന്നു. സൈനികർ മദ്യപിച്ച് ബഹളമുണ്ടാക്കാതെ നോക്കേണ്ട ചുമതല കാസിയോയ്ക്കായിരുന്നു. ഇയാഗോ തൻ്റെ കുതന്ത്രങ്ങൾക്ക് തുടക്കമിട്ടു. ഒരു നല്ല സുഹൃത്തായി ചമഞ്ഞ് കാസിയോയെ അല്പം മദ്യപിക്കാൻ അവൻ പ്രേരിപ്പിച്ചു. സുരക്ഷാ ചുമതല വഹിക്കുന്ന സൈനികൻ മദ്യപിക്കുക എന്നത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത തെറ്റാണ്. ആദ്യമൊക്കെ ചെറുത്തുനിന്നെങ്കിലും ഇയാഗോയുടെ ആത്മാർത്ഥത തുളുമ്പുന്ന നിർബന്ധത്തിന് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കാൻ കാസിയോയ്ക്ക് കഴിഞ്ഞില്ല. അവൻ ഒന്നിനു പുറകെ ഒന്നായി മദ്യഗ്ലാസുകൾ കാലിയാക്കുവാൻ തുടങ്ങി. മദ്യം കാസിയോയുടെ സമനില തെറ്റിച്ചു എന്ന് മനസ്സിലാക്കിയ ഇയാഗോ അവനെ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ച് അവസാനം അവർ തമ്മിലുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ അവസാനിച്ചു. രണ്ടുപേരുടെയും വഴക്കു തീർക്കാനായി ഇടയ്ക്കു കയറിയ ഓഫീസർ മൊണ്ടാനോയ്ക്ക് കാസിയോയുടെ വാളുകൊണ്ട് നിസ്സാരമായ മുറിവ് പറ്റി. പക്ഷേ കാര്യങ്ങൾ മോശമാക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ഇയാഗോ ബഹളം വെച്ച് സംഭവസ്ഥലത്തേക്ക് ആളുകളെ വിളിച്ചുകൂട്ടുകയും വലിയൊരു ലഹള നടന്നാൽ എന്നതുപോലെ ഗോപുരമണികൾ അടിച്ച് അത്യായുധം വിളംബരം ചെയ്യുകയും ചെയ്തു. മണിശബ്ദം കേട്ടുണർന്ന ഒഥല്ലോ പെട്ടെന്ന് തന്നെ സംഭവസ്ഥലത്തെത്തുകയും കാസിയോയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മദ്യത്തിൻ്റെ ലഹരി പൂർണ്ണമായും വിട്ടുപോയിട്ടില്ലാത്ത കാസിയോയ്ക്ക് നടന്ന സംഭവങ്ങളൊന്നും ഓർത്തെടുക്കാനായില്ല. ഇവിടെ ഇയാഗോ സഹായത്തിനെത്തുന്നു. കാസിയോയോടുള്ള സ്നേഹം മൂലം പറയുവാൻ വിമുഖത കാണിച്ചുകൊണ്ട് ഒഥല്ലോ നിർബന്ധിക്കുന്നതിനാൽ സത്യം പറയുകയാണെന്ന മട്ടിൽ എല്ലാ കാര്യങ്ങളും പൊടിപ്പും തൊങ്ങലും വെച്ച് വിശദീകരിച്ചു കൊടുത്തു. സ്വന്തം പങ്ക് മാത്രം അവൻ പറഞ്ഞില്ല. കർശനമായ അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലാത്ത ഒഥല്ലോയ്ക്ക് കാസിയോ വഹിച്ചിരുന്ന ലെഫ്റ്റനൻ്റ് പദവി അവനിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി വന്നു. മദ്യത്തിൻ്റെ കെട്ടുവിട്ടപ്പോൾ കാസിയോ തൻ്റെ ദുഃഖങ്ങൾ സുഹൃത്ത് എന്ന് കരുതി ഇയാഗോയുമായി പങ്കുവയ്ക്കുന്നു. മദ്യപിച്ചു ലക്കുകെട്ട താൻ എത്ര മോശമായൊരു മൃഗത്തെ പോലെയാണ് പെരുമാറിയത്. ഞാൻ ആകെ നശിച്ചു പോയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ജനറൽ ഒഥല്ലോയുടെ അടുത്ത് എൻ്റെ പഴയ സ്ഥാനം തിരികെ തരാമോ എന്ന് ചോദിക്കുന്നത്? ഇയാഗോ സഹതാപം നടിച്ച് അവനെ സമാധാനിപ്പിച്ചു. ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം അബദ്ധങ്ങൾ പറ്റാം. പക്ഷേ നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ജനറലിൻ്റെ ഭാര്യ ഡെസ്റ്റിമോണയുമായി നീ സൗഹൃദത്തിലല്ലേ? അവൾ എന്തു പറഞ്ഞാലും ഒഥല്ലോ തള്ളിക്കളയില്ല. നീ ഒട്ടും സമയം കളയാതെ ഡെസ്റ്റിമോണയെ ചെന്ന് കണ്ട് കാര്യം പറയുക. അവർ വിചാരിച്ചാൽ നീയും ജനറൽ ഒഥല്ലോയും തമ്മിലുള്ള വഴക്കുകൾ മാറ്റുവാനും നിനക്ക് പഴയ സ്ഥാനമാനങ്ങൾ തിരികെ നേടിത്തരുവാനും സാധിക്കും. ശരിക്കും അർത്ഥവത്തായ ഉപദേശം. ഇയാഗോയുടെ ഗൂഢലക്ഷ്യങ്ങൾ അതിനു പിന്നിൽ ഇല്ലായിരുന്നുവെങ്കിൽ. കാസിയോ സമയം കളയാതെ ഡെസ്റ്റിമോണിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. സഹായം അഭ്യർത്ഥിച്ചു. അവൾ തൻ്റെ സുഹൃത്തിൻ്റെ അപേക്ഷ കാര്യമായി തന്നെ സ്വീകരിച്ചു. വളരെ ആത്മാർത്ഥതയോടെ ഭംഗിയായ രീതിയിൽ ഉടനെ തന്നെ ഭർത്താവിന് മുന്നിൽ അവതരിപ്പിച്ചു. ഒഥല്ലോ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ഒരു ശിക്ഷാ നടപടി പിൻവലിക്കുവാനാവില്ല. കുറച്ച് താമസമെടുക്കും.
ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയും പിടിവാശി പോലെയും അവൾ പറഞ്ഞു. അവനെ ഇന്ന് രാത്രി തന്നെ തിരിച്ചെടുക്കണം. അത് പറ്റില്ലെങ്കിൽ നാളെ രാവിലെ, ഏറ്റവും കൂടിപ്പോയാൽ നാളെ കഴിഞ്ഞ് രാവിലെയെങ്കിലും അവനെ തിരിച്ചെടുത്തുകൂടെ? കാസിയോ അവൻ്റെ തെറ്റുകളിൽ എത്രമാത്രം പരിതപിക്കുന്നുണ്ടെന്നും അവൻ എത്രമാത്രം അനുസരണാശീലമുള്ളവനാണെന്നുമൊക്കെ അവൾ ഒഥല്ലോയോട് വിവരിച്ചു. എന്നിട്ടും ഒരു തീരുമാനമെടുക്കാൻ മടിച്ചു നിന്ന ഒഥല്ലോയെ അവൾ പഴയ കാര്യങ്ങൾ, അവർ പ്രണയിച്ചിരുന്ന കാലത്തെപ്പറ്റിയും അക്കാലത്ത് കാസിയോ തങ്ങൾക്കിടയിൽ ഒരു സന്ദേശവാഹകനായി സഹായിച്ചതിനെ പറ്റിയുമൊക്കെ ഓർമ്മിപ്പിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ പ്രഭോ, കാസിയോയ്ക്ക് വേണ്ടി ഞാൻ എത്രമാത്രം കേണപേക്ഷിക്കണോ? അവൻ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തല്ലേ? ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ മോശമായി പറയുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വക്കീലിനെ പോലെ എന്നോട് വാദിച്ചിട്ടുണ്ട്. ഞാൻ നിന്നോട് യാചിക്കുകയാണ്, നമ്മുടെ സ്നേഹത്തെ പ്രതി കാസിയോട് ക്ഷമിക്കുകയും അവനെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുകയും വേണം. ഡെസ്ഡിമോണയുടെ ഇത്തരത്തിലുള്ള വാദങ്ങൾക്കും അപേക്ഷകൾക്കും മുന്നിൽ തോറ്റുകൊടുക്കാതിരിക്കാൻ ഒഥല്ലോയ്ക്കായില്ല. മാത്രമല്ല, കാസിയോ അവൻ്റെയും സുഹൃത്താണല്ലോ. തനിക്ക് അല്പം സമയം തരണമെന്ന് മാത്രം അവൻ ഡെസ്ഡിമോണയോട് അഭ്യർത്ഥിച്ചു. കാസിയോയെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാമെന്ന് ഒഥല്ലോ വാഗ്ദാനം ചെയ്തു. അന്നേ ദിവസം തന്നെ കാസിയോ തൻ്റെ നിവേദനവുമായി ഒരിക്കൽ കൂടി ഡെസ്ഡിമോണയെ കാണുവാൻ വന്നിരുന്നു. അവൻ പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഒഥല്ലോയും ഇയോഗോയും മറ്റൊരു വാതിലിലൂടെ അവളുടെ മുറിയിലേക്ക് കടന്നു വരുന്നത്. കുതന്ത്രശാലിയായ ഇയാഗോ തന്നോട് തന്നെ എന്ന മട്ടിൽ മെല്ലെ പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറഞ്ഞത് ഒഥല്ലോ ശ്രദ്ധിക്കാൻ പോയില്ല. ഭാര്യയുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ അവനത് പാടെ മറന്നതുമാണ്. എന്നാൽ ഇയാഗോയുടെ ഒരു ചോദ്യത്തിലൂടെ അത് വീണ്ടും ഒഥല്ലോയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇയാഗോ ചോദിച്ചു, നിങ്ങൾ പ്രേമിച്ചിരുന്ന കാലത്ത് അക്കാര്യം മിഖായിൽ കാസിനോയ്ക്ക് അറിയാമായിരുന്നോ? ഒഥല്ലോ പറഞ്ഞു, അറിയാമായിരുന്നു. അവനാണ് ഞങ്ങൾക്കിടയിൽ ഒരു സന്ദേശവാഹകനായിരുന്നത്. ഇയാഗോ അരുതാത്തതെന്തോ കേട്ടതുപോലെ നെറ്റിച്ചുളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയോ? അവർ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഇയാഗോ പറഞ്ഞ വാക്കുകൾ ഒഥല്ലോയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. താൻ അറിയാത്തതെന്തോ ഇയാളുടെ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നു, ഒഥല്ലോ ചിന്തിച്ചു. ഒഥല്ലോയെ സംബന്ധിച്ചിടത്തോളം നീതിമാനും വിശ്വസ്തനുമായ സുഹൃത്താണ് ഇയാഗോ. താൻ അറിയാത്തതോ അറിയേണ്ടതോ ആയ കാര്യങ്ങൾ എത്ര മോശമായാലും തുറന്നു പറയാൻ ഒഥല്ലോ ഇയാഗോവിനോട് അഭ്യർത്ഥിച്ചു. എൻ്റെ മനസ്സിലേക്ക് നികൃഷ്ട ചിന്തകൾ എന്തെങ്കിലും കടന്നു വന്നുവോ? ഇയാഗോ ഉറക്കെ ആത്മഗതം ചെയ്തു. അവൻ പറഞ്ഞു, തൻ്റെ ദുഷ്ടചിന്തകൾ മൂലം ഒഥല്ലോയ്ക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നത് തനിക്ക് സഹിക്കാനാവില്ല. സംശയവും അസൂയയും വളരെ മോശപ്പെട്ട വികാരങ്ങളാണ്. ഒഥല്ലോയുടെ മനസ്സിൽ ആ നീചൻ തന്ത്രപരമായ സംശയങ്ങൾ ഉയർത്തി. അതിനുവേണ്ടിയാണ് സംശയത്തെക്കുറിച്ചവൻ ആപൽസൂചന നൽകുന്ന രീതിയിൽ നടിച്ചത്. ഒഥല്ലോ പറഞ്ഞു, എനിക്കറിയാം, എൻ്റെ ഭാര്യ സുന്ദരിയാണ്, കൂട്ടുകാരെ ഇഷ്ടപ്പെടുന്നവളാണ്, സൽക്കാരങ്ങളും ആഘോഷങ്ങളും ഇഷ്ടപ്പെടുന്നു, സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടുന്നു, സ്വതന്ത്രയായി സംസാരിക്കുന്നു. ഈ ഗുണങ്ങളെല്ലാം സദാചാരത്തോടെയുള്ളതാണ്. അവൾ സത്യസന്ധതയില്ലാത്തവളാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്കതിന് വ്യക്തമായ തെളിവ് വേണം. ആശ്വാസമായതുപോലെ നിശ്വസിച്ചുകൊണ്ട് ഇയാഗോ പറഞ്ഞു, ഒഥല്ലോ ഡെസ്ഡിമോണയെ അവിശ്വസിക്കാത്തതിൽ അവൻ സന്തോഷവാനാണ് എന്ന്. എന്നിരുന്നാലും കാസിയോയും ഡെസ്ഡിമോണയും അടുത്തുള്ളപ്പോഴും തമ്മിൽ സംസാരിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും സ്വന്തം ഭർത്താവിനോട് കാണിക്കുന്നതിൽ കൂടുതൽ സ്നേഹവും സ്വാതന്ത്ര്യവും സ്ത്രീകൾ അന്യപുരുഷന്മാരോട് കാണിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇത്രകാലവും സ്നേഹത്തോടെ പരിപാലിച്ചു വളർത്തിയ തൻ്റെ പിതാവിനെ പാടെ മറന്ന് വഞ്ചിച്ചുകൊണ്ടാണല്ലോ ഡെസ്ഡിമോണ താങ്കളുടെ ഒപ്പം ഇറങ്ങി വന്നത്. അവൾക്ക് അച്ഛനെ വഞ്ചിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭർത്താവിനെയും വഞ്ചിച്ചുകൂടാ? ഒഥല്ലോയുടെ മനസ്വസ്ഥത നശിപ്പിച്ചുവെങ്കിൽ
അതിന് ഇയാഗോ വീണ്ടും വീണ്ടും ക്ഷമ ചോദിച്ചു. ആകെ തകർന്നു പോയെങ്കിലും ഒഥല്ലോ അതത്ര കാര്യമാക്കിയിട്ടില്ല എന്ന നാട്യത്തിൽ ഇയാഗോയോട് തുടരാൻ അഭ്യർത്ഥിച്ചു. ഇയാഗോ പറഞ്ഞു, സ്വന്തം ജാതിയിലും മതത്തിലും പെട്ട എത്രയോ ഉന്നത കുലജാതരുടെ വിവാഹാലോചനകൾ നിരസിച്ചുകൊണ്ടാണ് ഡെസ്റ്റിമോണ ഒരു കറുമ്പൻ മൂറായ നിന്നെ ഭർത്താവായി തിരഞ്ഞെടുത്തത്. അതിൽ തന്നെ എന്തോ അസ്വാഭാവികതയുണ്ട്. അവൾ ഒരു പിടിവാശിക്കാരിയാണ്. ഇപ്പോഴത്തെ മാനസിക നില മാറിക്കഴിയുമ്പോൾ അവൾ സ്വന്തം നാട്ടുകാരായ വെളുത്ത ഇറ്റാലിയൻ യുവാക്കളുടെ നേർക്ക് അവളുടെ സ്നേഹം തിരിച്ചുവിടാനുള്ള സാധ്യതയും ഇല്ലാതില്ല. കാസിയോയ്ക്കെതിരായ ശിക്ഷാ നടപടികൾ പിൻവലിക്കുന്നത് വെച്ചു താമസിപ്പിക്കുവാനും അപ്പോൾ അവൾ അവനു വേണ്ടി എങ്ങനെ വാദിക്കുമെന്നും അവളുടെ പെരുമാറ്റവും വീക്ഷിക്കുവാനും ഇയാഗോ ഉപദേശിച്ചു. അങ്ങനെ ആ കുലസ്ത്രീയുടെ ശ്രേഷ്ഠ ഗുണങ്ങളെ അവളുടെ തന്നെ നാശത്തിനായി തിരിച്ചുവിടുന്നതിൽ ഈ ദുഷ്ടവഞ്ചകൻ വിജയിച്ചു. സ്വന്തം നന്മകൾ തന്നെ അവളെ കെണിയിൽ വീഴ്ത്താനുള്ളൊരു വലയായി മാറി. ആദ്യം കാസിയോയെ പ്രേരിപ്പിച്ച് അവളോട് മധ്യസ്ഥതയ്ക്കായി അപേക്ഷിപ്പിച്ചു. പിന്നെ അതേ മധ്യസ്ഥത ഉപയോഗിച്ച് ചതിപ്രയോഗം നടത്തി അവളുടെ നാശം ത്വരിതപ്പെടുത്തി. സ്നേഹം ഭാവിച്ച് വേണ്ടത്ര തെളിവുകളില്ലാതെ ഭാര്യയെ സംശയിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഒഥല്ലോയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇയാഗോ പിരിഞ്ഞത്. എന്നാൽ ആ നിമിഷം മുതൽ ഒഥല്ലോയ്ക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. മനസ്സമാധാനമില്ലാതായി. മദ്യമോ മയക്കുമരുന്നോ ഒന്നും അവൻ്റെ മനസ്സിൽ സമാധാനം കൊണ്ടുവന്നില്ല. അന്നുവരെ അവന് സന്തോഷം നൽകിയിരുന്ന ഒന്നിലും അവന് താല്പര്യമില്ലാതായി. ചിലപ്പോഴൊക്കെ തൻ്റെ ഭാര്യ വിശ്വസ്തയാണെന്ന് അവൻ ചിന്തിക്കും. ചിലപ്പോൾ നേരെ മറിച്ചും താൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ എന്നവൻ ആശിച്ചു പോകും. ഒരു ദിവസം മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ട ഒഥല്ലോ ഇയാഗോവിൻ്റെ തൊണ്ടയിൽ പിടികൂടിക്കൊണ്ട് ഡെസ്റ്റിമോണയുടെ കുറ്റത്തിന് തെളിവ് കൊടുക്കുവാനായി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ അവളെക്കുറിച്ച് തെറ്റായ ധാരണ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഇയാഗോവെ തൽക്ഷണം കൊന്നുകളയുമെന്നവൻ ഭീഷണിപ്പെടുത്തി. തൻ്റെ സത്യസന്ധതയെ ദുഷ്ടതയായി കാണുകയാണെന്ന് പറഞ്ഞ് കപട ധാർമ്മിക രോഷം നടിച്ച് അവൻ ഒഥല്ലോയോട് ചോദിച്ചു, നിങ്ങൾ ഭാര്യയുടെ കയ്യിൽ സ്ട്രോബെറികളുടെ പടമുള്ള ഒരു ഉറുമാൽ കണ്ടിട്ടുണ്ടോ? ഒഥല്ലോ മറുപടി നൽകി, അത് ഞാൻ അവൾക്ക് കൊടുത്ത ആദ്യ സമ്മാനമാണ്. അതേ ഉറുമാൽ, ഇയാഗോ പറഞ്ഞു. അതുകൊണ്ട് മിഖായൽ കാസിയോ സ്വന്തം മുഖം തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. അത് നീ പറഞ്ഞതുപോലെയാണെങ്കിൽ, ഒഥല്ലോ മറുപടി നൽകി, അതിന് തക്കതായ പ്രതികാരം അവരോട് ചെയ്യുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. ആദ്യം ഒരു സൂചന എന്നോണം കാസിയോവിനെ 3 ദിവസത്തിനകം കൊന്നുകളയും. പിന്നെ സുന്ദരിയായ പിശാചിൻ്റെ വധത്തിനു വേണ്ടി ഞാൻ പെട്ടെന്ന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. നിസ്സാര കാര്യങ്ങൾ അസൂയാലുക്കൾക്ക് സത്യപ്രമാണം പോലെ കരുത്തുറ്റ തെളിവുകളാണ്. കബളിപ്പിക്കപ്പെട്ട ഒഥല്ലോയ്ക്ക് കാസിനോയുടെ കയ്യിൽ തൻ്റെ ഭാര്യയുടെ ഉറുമാൽ കണ്ടു എന്ന കാര്യം ഇരുവരെയും വധിക്കാൻ മതിയായ കാരണമാണ്. കാസിയോയ്ക്ക് അതെങ്ങനെ കിട്ടിയെന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാതെ. ഡെസ്റ്റിമോണ അത്തരമൊരു സമ്മാനം കാസിയോയ്ക്ക് ഒരിക്കലും കൊടുത്തിട്ടില്ല. എന്നുമാത്രമല്ല, അചഞ്ചലയായ ഈ കുലസ്ത്രീ തൻ്റെ ഭർത്താവ് നൽകിയ ഒരു സമ്മാനം മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന അപരാധം ഒരിക്കലും ചെയ്യില്ല. ഇരുവരും, ഡെസ്റ്റിമോണയും കാസിയോയും, നിരപരാധികളാണ്. ഒഥല്ലോയ്ക്കെതിരായി യാതൊരു അപരാധവും ചെയ്തിട്ടില്ല. എന്നാൽ വഞ്ചകനും ദുഷ്ടനുമായ ഇയാഗോയുടെ കുടില പ്രവൃത്തികളായിരുന്നു ഇതെല്ലാം. അവൻ നല്ലവളും ദുർബലയുമായ തൻ്റെ ഭാര്യയെ പ്രേരിപ്പിച്ച് കോപ്പി ചെയ്യാനെന്ന ഭാവത്തിൽ ഡെസ്റ്റിമോണയുടെ ഉറുമാൽ മോഷ്ടിച്ചു. സത്യത്തിൽ അത് കാസിയോയുടെ മാർഗത്തിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അവനത് കണ്ട് കയ്യിലെടുക്കുമല്ലോ. അത് ഡെസ്റ്റിമോണയുടെ സമ്മാനമാണെന്ന് ഇയാഗോവിനോട് പറയുകയും ചെയ്യാം. ഇയാഗോ ചിന്തിച്ചതുപോലെ തന്നെ വഴിയിൽ ഉറുമാൽ കിടക്കുന്നത് കണ്ട കാസിയോ അതെടുത്ത് കൈവശം വയ്ക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞ് ഭയങ്കര തലവേദനയാണെന്ന് നടിച്ചുകൊണ്ട് തൻ്റെ നെറ്റിയിൽ അമർത്തി കെട്ടിവെക്കാനായി അവളോട് ഉറുമാൽ കൊണ്ടുവരുവാൻ ഒഥല്ലോ ആവശ്യപ്പെട്ടു. അവൾ ഒരു ഉറുമാൽ കൊണ്ടുവന്നു കൊടുത്തു. ഒഥല്ലോ പറഞ്ഞു, അല്ലല്ല, ഇതല്ല, ഞാൻ നിനക്ക് സമ്മാനിച്ച ആ ഉറുമാൽ.
അത് അവളുടെ പക്കലില്ലായിരുന്നു. അത് ഇയാഗോയുടെ ഭാര്യ വഴി മോഷ്ടിക്കപ്പെട്ടിരുന്നുവല്ലോ. ഡെസ്ഡിമോണ പറഞ്ഞു. അയ്യോ, അതെവിടെ കാണുന്നില്ല. ഒഥല്ലോ പറഞ്ഞു. അതെവിടെ പോയി? തീർച്ചയായും അതൊരു വലിയ തെറ്റാണ്. ആ തൂവാല ഒരു ഈജിപ്ഷ്യൻ മന്ത്രവാദിനി എൻ്റെ അമ്മയ്ക്ക് നൽകിയതാണ്. അവൾ അമ്മയോട് പറഞ്ഞത് അത് കൈവശം വയ്ക്കുന്നിടത്തോളം കാലം അവൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരിക്കും എന്നാണ്. എൻ്റെ പിതാവ് അവളെ അത്രമാത്രം സ്നേഹിക്കുമെന്നുമാണ്. എന്നാൽ അവളത് നഷ്ടപ്പെടുത്തിയാൽ അവൻ അവളെ അത്രമാത്രം വെറുക്കുകയും ചെയ്യുമത്രേ. അമ്മ മരിക്കുമ്പോൾ അതെനിക്ക് തന്നുകൊണ്ട് ഞാൻ വിവാഹിതനാകുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അപ്രകാരം ചെയ്തു. നീയത് കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഇത് കേട്ട് പേടിച്ച് വിരണ്ട ഡെസ്ഡിമോണ ചോദിച്ചു. ഇത് സത്യമാണോ? അതെ, സത്യം തന്നെ, ഒഥല്ലോ പറഞ്ഞു. അതൊരു മാന്ത്രിക തൂവാലയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മന്ത്രവാദിനിയായ ഒരു പ്രവാചക പ്രത്യേക സിൽക്ക് നൂലുകൾ കൊണ്ട് നെയ്തെടുത്തതാണ് ആ തൂവാല. കന്യകകളുടെ രക്തം കൊണ്ടാണ് അതിന് നിറം കൊടുത്തിരിക്കുന്നത്. ആ തൂവാലയുടെ അതിശയകരമായ ഗുണഗണങ്ങൾ കേട്ട് ഡെസ്ഡിമോണ പേടിച്ച് അവശയായി. അത് നഷ്ടപ്പെട്ടതോടെ തനിക്ക് ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നവൾ ഭയപ്പെട്ടു. കാരണം അത് നഷ്ടപ്പെട്ടു എന്നവൾ മനസ്സിലാക്കി. അപ്പോൾ ഒഥല്ലോ ഞെട്ടി എഴുന്നേറ്റു. സാഹസികമായതെന്തോ അവൻ ചെയ്യാൻ പോവുകയാണെന്നതുപോലെ കാണപ്പെട്ടു. അപ്പോഴും അവൻ ഉറുമാൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതവൾക്ക് എടുത്തു കൊടുക്കാൻ കഴിയാതായപ്പോൾ അവൾ ഉത്സാഹത്തോടെ ഭർത്താവിൻ്റെ ഗൗരവം നിറഞ്ഞ ചിന്തകൾ അകറ്റാൻ വേണ്ടി പറഞ്ഞു. ഉറുമാലിനെ കുറിച്ചുള്ള ഈ സംഭാഷണമെല്ലാം മിഖായേൽ കാസിയോയെക്കുറിച്ച് എൻ്റെ അപേക്ഷ തള്ളിക്കളയാൻ വേണ്ടിയല്ലേ? അവൾ കാസിയോയെ വീണ്ടും വാഴ്ത്താൻ തുടങ്ങി. ഒഥല്ലോ ഓർത്തു, ഇയാഗോ പറഞ്ഞതുപോലെ തന്നെ ഇതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. അവൻ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ വിമുഖതയോടെയാണെങ്കിലും തൻ്റെ ഭർത്താവ് അസൂയാലുവാണെന്ന് ഡെസ്ഡിമോണ സംശയിക്കാൻ തുടങ്ങി. അവനിൽ വന്ന ഈ മാറ്റത്തിന് കാരണമെന്താണെന്ന് അവൾക്ക് പിടികിട്ടിയില്ല. ശ്രേഷ്ഠനായ ഒഥല്ലോയെ കുറ്റപ്പെടുത്തിയതോർത്ത് അവൾ സ്വയം ശപിച്ചു. എന്തെങ്കിലും പ്രതികൂല വാർത്തകൾ വെനീസിൽ നിന്ന് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔദ്യോഗിക പ്രശ്നങ്ങൾ അവനെ അലട്ടുകയോ ചെയ്യുന്നുണ്ടെന്നവൾ ഉറപ്പിച്ചു. അല്ലാതെ ഭർത്താവിൻ്റെ മനസ്സ് ഇപ്രകാരം അസ്വസ്ഥമാകില്ല. പഴയതുപോലെ മധുരമായ പെരുമാറ്റമല്ല ഇപ്പോൾ. അവൾ പറഞ്ഞു. മനുഷ്യർ ദൈവങ്ങളല്ല. വിവാഹദിനത്തിന് അവർ കാണിച്ച സ്നേഹം നിറഞ്ഞ പെരുമാറ്റം വിവാഹശേഷവും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അവൻ്റെ നിർദ്ദയത്വത്തെ താൻ നിഷ്കരണം വിലയിരുത്തിയതിൽ അവൾ സ്വയം ശാസിച്ചു. അല്പസമയത്തിനു ശേഷം ഒഥല്ലോ വീണ്ടും മുറിയിലേക്ക് വന്നു. അവൾ വിശ്വാസവഞ്ചന നടത്തിയെന്നും മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നെന്നും ഒഥല്ലോ അവളെ കുറ്റപ്പെടുത്തി. എന്നാൽ ആരെയാണെന്നവൻ പേരെടുത്ത് പറഞ്ഞില്ല. ഒഥല്ലോ കരഞ്ഞപ്പോൾ ഡെസ്ഡിമോണ ചോദിച്ചു. കഷ്ടം, എന്ത് കഠിനമായ ദിവസം. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഒഥല്ലോ അവളോട് പറഞ്ഞു. എനിക്ക് എല്ലാത്തരം ദൗർഭാഗ്യങ്ങളും സധൈര്യം സഹിക്കാൻ കഴിയും. ദാരിദ്ര്യം, രോഗം, അപമാനം. എന്നാൽ വിശ്വാസവഞ്ചന എൻ്റെ ഹൃദയം തകർത്തു കളയുന്നു. കാണാൻ കൊള്ളാവുന്ന, സുഗന്ധമുള്ള, എന്നാൽ വേദനിപ്പിക്കുന്ന ഒരു വിഷച്ചെടിയാണവൾ എന്നവൻ ആക്ഷേപിച്ചു. അവൾ ഒരിക്കലും ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു. അവൻ അവളെ വിട്ടുപോയപ്പോൾ ഈ നിഷ്കളങ്കയായ യുവതി ഭർത്താവിന് തന്നെക്കുറിച്ചുള്ള തെറ്റായ സംശയങ്ങളെക്കുറിച്ച് കേട്ട് അത്ഭുതസ്തബ്ധയായി നിന്നുപോയി. പിന്നീട് തൻ്റെ ശിരസിന് വല്ലാത്ത ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. ഉടനെ ഭൃത്യന്മാരെ വിളിച്ച് കിടക്ക വിരിക്കാനായി ആവശ്യപ്പെട്ടു. മണിയറയിലെ വിരിപ്പുകൾ മെത്തയിൽ വിരിക്കാനും അവൾ പറഞ്ഞു. ആളുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർ സഹിഷ്ണുതയോടെ ചെറുതായി ശാസിക്കുന്നു. ഒഥല്ലോ അപ്രകാരം എന്നെ ശാസിച്ചതായിരിക്കണം. സത്യത്തിൽ ഞാനൊരു കുഞ്ഞാണ്, അതുകൊണ്ടാണ് ശാസിക്കപ്പെട്ടതും. ഈ മാന്യ മഹതിയുടെ ആവലാതി ഇത്രമാത്രമായിരുന്നു. ഭർത്താവ് തൻ്റെ പിന്നാലെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഡെസ്ഡിമോണ കിടപ്പുമുറിയിലേക്ക് പോയത്. ക്ഷീണം മൂലം കിടന്നുടനെ അവൾ ബോധം കെട്ട് ഉറങ്ങിപ്പോയി.
അപ്പോൾ ഒഥല്ലോ മുറിയിലേക്ക് പ്രവേശിച്ചു. സ്വന്തം ഭാര്യയെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ വരവ്. കിടക്കയിൽ ഉറങ്ങിക്കിടക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ടുനിന്ന ഒഥല്ലോ തീരുമാനിച്ചു, ഇവളുടെ സൗന്ദര്യത്തിന് യാതൊരു പോറൽ പോലും ഏൽക്കാതെ, ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ വേണം ഇവളെ കൊലപ്പെടുത്തുവാൻ. പക്ഷേ ഇവളെ കൊന്നേ മതിയാവൂ, അല്ലെങ്കിൽ ഇവൾ വീണ്ടും വീണ്ടും അനേകം പുരുഷന്മാരെ വഞ്ചിക്കും. അവനവളെ അവസാനമായി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുംബനങ്ങളേറ്റ് അവൾ ഉണർന്നു. അവൾ ഒഥല്ലോയ്ക്ക് നേരെ ദൃഷ്ടി പായിച്ചു. അവൻ ദേഷ്യം സഹിക്കാതെ സ്വന്തം കിഴിച്ചുകൊണ്ട് കടിക്കുന്നത് അവൾ കണ്ടു. കണ്ണുകൾ ഉരുട്ടുന്നുണ്ട്. അപ്രകാരം അവൻ കാണപ്പെടുന്നത് ആരെയെങ്കിലും വധിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണെന്ന് അവൾക്കറിയാം. അവളോട് അന്തിമ പ്രാർത്ഥന നടത്തി മരിക്കാൻ തയ്യാറായിക്കൊള്ളുവാൻ അവൻ ആവശ്യപ്പെട്ടു. കാരണം അവളുടെ ആത്മാവിനെ വധിക്കാൻ അവനാകില്ല. അവൾ ചോദിച്ചു, ഞാൻ ചെയ്ത കുറ്റം എന്താണ്? ഒഥല്ലോ കാസിയോയുടെ കാര്യവും അവൾ അവളുടെ തൂവല അവന് സമ്മാനിച്ചതും അവളോട് പറഞ്ഞു. അവൾ തൻ്റെ നിരപരാധിത്വം അവനോട് പറയുവാൻ ശ്രമിച്ചു. പക്ഷേ അവനൊന്നും കേൾക്കാൻ ആഗ്രഹിച്ചില്ല. കിടക്കവിരിയും തലയിണയും അവളുടെ മുഖത്തേക്കിട്ട് അവനവളെ ശ്വാസം മുട്ടിച്ചുറക്കി. ഈ സമയത്ത് മുറിവേറ്റ് രക്തം ഒഴുക്കിക്കൊണ്ട് കാസിയോ അങ്ങോട്ട് കടന്നു ചെന്നു. അവനെ വധിക്കാനായി ഒരു ഘാതകനെ ഇയാഗോ അയച്ചിരുന്നു. എന്നാൽ ആ ഘാതകന് കാസിയോയുടെ ജീവൻ എടുക്കാൻ കഴിഞ്ഞില്ല. മുറിവേൽപ്പിച്ചു വിടുവാനേ പറ്റിയുള്ളൂ. തൻ്റെ വഞ്ചന കണ്ടുപിടിക്കാതിരിക്കാനായി ആ ഘാതകനെ അവിടെ വെച്ച് ഇയാഗോ കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ചില കത്തുകളിൽ നിന്ന് കാസിയോ നിരപരാധിയാണെന്നും ഇയാഗോ ആണ് യഥാർത്ഥ കുറ്റവാളിയെന്നും നിസ്സംശയം തെളിയുകയുണ്ടായി. കാസിയോ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒഥല്ലോയോട് ക്ഷമ ചോദിക്കുവാനും താൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് ഒഥല്ലോ തന്നെ കൊല്ലാനായി ഇയാഗോവിനെ നിയമിച്ചതെന്നും അറിയാൻ വേണ്ടിയാണ്. ഇയാഗോ തന്നെ വഞ്ചിക്കുകയായിരുന്നെന്നും ഒരു തെറ്റും ചെയ്യാത്ത ഡെസ്റ്റിമോണയെയാണ് താൻ കൊലപ്പെടുത്തിയത് എന്നുമുള്ള തിരിച്ചറിവ് ഒഥല്ലോയ്ക്ക് വലിയൊരാഘാതമായിരുന്നു. ഇടിവെട്ടേറ്റവനെ പോലെ അല്പനിമിഷം അവൻ നിന്നുപോയി. താൻ വെറുമൊരു സാധാരണ കൊലപാതകിയാണെന്ന് ഒഥല്ലോയ്ക്ക് വ്യക്തമായി. അവനവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. സങ്കടമടക്കാനാവാതെ അവൻ കുത്തിനിർത്തിയ തൻ്റെ വാൾമുനയിലേക്ക് സ്വയം പതിച്ച് നിരപരാധിയായ തൻ്റെ പ്രിയതമയുടെ മേൽ മരിച്ചു വീണു. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒഥല്ലോ ഇവിടെ അവസാനിക്കുന്നു.